ബാംഗ്ലൂർ വന്നാൽ നമുക്ക് എങ്ങനെ ഷോപ്പ് ചെയ്യാം, ഏറ്റവും ചെറിയ ലെവൽ മുതൽ എങ്ങനെ ഹൈ ലെവൽ വരെ നമുക്ക് ഷോപ്പ് ചെയ്യാം എന്നുള്ളതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വ്ളോഗ് ഞാൻ കാണിച്ചു തരാം. എല്ലാ തവണയും നമ്മൾ ബാംഗ്ലൂർക്ക് രാത്രിയാണ് പോവാറ്. കഴിഞ്ഞ വ്ളോഗൊക്കെ കണ്ടാൽ നമുക്ക് അറിയാൻ പറ്റും ഞങ്ങൾ രാത്രി പോയ കഥ. പക്ഷെ ഇത്തവണ നമ്മൾ പകലാണ് പുറപ്പെട്ടത്. കാരണം വീട്ടിൽ കുറേ കാര്യങ്ങൾ പെട്ടെന്ന് കയറി വന്നതുകൊണ്ട് പകലാണ് പുറപ്പെട്ടത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഉച്ചയായപ്പോഴേക്കും നല്ലവണ്ണം വിശന്നു. കുറേ തപ്പിയിട്ടാണ് നല്ലൊരു ഹോട്ടൽ കിട്ടിയത്. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് തളർന്ന് എണീക്കാൻ പോലും പറ്റാണ്ടിരിക്കുന്ന ഡാഡി, മൂക്കുമുട്ടയെ തിന്ന് വയറ് വീർത്തിരിക്കുന്ന ചേട്ടായി. ഏകദേശം 9 മണിക്കൂറാണ് നമുക്ക് ബാംഗ്ലൂർക്ക് ഉള്ളത്. പക്ഷെ നമ്മൾ പകല് പോയതുകൊണ്ട് കുറച്ച് ട്രാഫിക്കൊക്കെ കിട്ടി. അതുകൊണ്ട് നമ്മൾ കുറച്ച് ലേറ്റായി, രാത്രിയായി അവിടെ എത്തി. സൂര്യൻ കണ്ണിലേക്ക് അടിച്ചിട്ട് എനിക്കൊന്നും കാണാൻ സാധിക്കുന്നില്ല. ഞാൻ ഇപ്പുറ സൈഡിലേക്ക് ഒന്ന് വരട്ടെ കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നലെ രാത്രി ഇവിടെ ബാംഗ്ലൂർ എത്തി. 9 മണിയായി. ഇപ്പം നമ്മൾ പകല് വീട്ടിൽ നിന്ന് പോകുന്നതാണ്. ഏകദേശം ഒരു രാത്രി 9 മണിയായി ഇവിടെ എത്തി. ഉച്ചയ്ക്ക് നമ്മൾ ഫുഡൊക്കെ കഴിക്കാനായിട്ടൊക്കെ നിർത്തി. അങ്ങനെയൊക്കെ അവിടെ ഭയങ്കര വെയിലാണ്. എനിക്ക് കണ്ണ് തുറക്കാൻ പറ്റില്ല. നിങ്ങൾ എന്നെ കാണുമ്പോൾ ഇങ്ങനെ ഇന്നിരിക്കും. ഞാനാണെങ്കിൽ സൺഗ്ലാസ് എടുക്കാനും വിട്ടുപോയി. അപ്പോൾ അതേ പപ്പയും മമ്മിയും ഞാനും ചേട്ടായിയും പിള്ളേരും ആണ് ബേസിലിൻ്റെ അടുത്തേക്ക് വന്നേക്കുന്നത്. നമ്മൾ ഇതിന് മുന്നേ ഒരു ബാംഗ്ലൂർ ബ്ലോഗ് ഇട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഏകദേശം ഒരു വർഷം കഴിഞ്ഞ ജൂണിലാണ് നമ്മളിവിടെ വന്നത്. ഇപ്പം 23 ജൂണിൽ. ഇപ്പോൾ 24 മെയ് ആയി. കറക്റ്റ് ഒരു വർഷമായി നമ്മളിതിന് മുന്നേ വന്നപ്പോൾ. അപ്പോൾ എനിക്കാണെങ്കിൽ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ് ബാംഗ്ലൂർ എപ്പോഴും വരാനായിട്ട്. കാരണം മെയിൻ കാരണം എന്ന് വെച്ചാൽ ഷോപ്പിംഗ് തന്നെയാണ്. നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ ഇങ്ങനെ നടന്ന് ഏറ്റവും വിലക്കുറവിൽ വാങ്ങാനായിട്ട് പറ്റും. അപ്പോൾ ഇന്ന് നമ്മൾ മെയിനായിട്ട് വ്ളോഗിൽ ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ ഷോപ്പിംഗ് ആയിരിക്കും. ബാംഗ്ലൂർ വന്നാൽ നമുക്ക് എങ്ങനെ ഷോപ്പ് ചെയ്യാം, ഏറ്റവും ചെറിയ ലെവൽ മുതൽ എങ്ങനെ ഹൈ ലെവൽ വരെ നമുക്ക് ഷോപ്പ് ചെയ്യാം എന്നുള്ളതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വ്ളോഗ് ഞാൻ കാണിച്ചു തരാം. ആൻഡ് അതിൻ്റെ ഒപ്പം നമുക്ക് കുറച്ച് വീട്ടുവിശേഷങ്ങളും കാര്യങ്ങളും എല്ലാം കാണാം. രാവിലെ തന്നെ ഞാനൊന്ന് മുടിയൊക്കെ കഴുകി. ഇന്നലെ നമ്മൾ ഫുൾ വൈകുന്നേരം എപ്പോഴേക്കും അളിഞ്ഞായിരുന്നേ ഫുൾ ഡ്രസ്സൊക്കെ. അപ്പം അതുകൊണ്ട് ഇതേ വന്ന വഴി ഞാൻ രാവിലെ എഴുന്നേറ്റ് മുടിയൊക്കെ ഒന്ന് കഴുകി. അതുകൊണ്ട് പക്ഷെ നനഞ്ഞ കോഴിനെ പോലെ ഇരിക്കുന്നത്. ഹെയർ ഡ്രയർ കൊണ്ടുവരാൻ മറന്നുപോയായിരുന്നു. അപ്പോൾ ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോഴേക്കും ഉണങ്ങി ഓക്കെ ആവും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ്. പക്ഷേ ഹാർഡ് വാട്ടർ ആയതുകൊണ്ട് എന്താകും അവസ്ഥ എന്നറിയില്ല. അല്ലെങ്കിൽ മൊത്തം വ്ലോഗിൽ നനഞ്ഞ കോഴിയായിരിക്കും. കന്നഡ സംസാരിച്ച് ಅಲ್ಲಿಂದ ನಡ್ಕೊಂಡು ಬರ್ಬೋದಲ್ಲ. 5 കിലോമീറ്റർ നെല്ലി ആരാവതു. അത് മാത്രമാണ് എനിക്കറിയാവുന്ന കന്നഡ. താങ്ക്സ് ടു സമ്മറിൻ ബദലേ. ചേട്ടായി ഇവിടെ നമ്മുടെ മൈസൂർ എടുത്തൊരു സ്ഥലത്താണ് മറ്റേ ഇത് പഠിച്ചത്, BAMS പഠിച്ചത്. അതുകൊണ്ട് പുള്ളി ഭയങ്കര കന്നഡ പണ്ഡിതനാണ്. പുള്ളി കേരളത്തിൽ ചോദിച്ചു തെലുങ്ക് ഓർ തമിഴ് എന്ന് ചോദിച്ചു. ചേട്ടായി പറയും കന്നഡ. ഭയങ്കര കന്നഡ പണ്ഡിതൻ. കന്നഡ പണ്ഡിതൻ നോക്കി നല്ല ട്രാഫിക് ആട്ടോ. ആ പോണ കറുത്ത സ്വിഫ്റ്റില് ഒരു പട്ടിക്കുട്ടി ഉണ്ടായിരുന്നു. പട്ടിക്കുട്ടിയൊന്നുമല്ല, ലാബ്രഡോറാണ്. പക്ഷെ ഞാൻ വീഡിയോ എടുക്കാൻ വന്നപ്പോഴേക്കും അത് അവൻ ഉള്ളിലേക്ക് കുഞ്ഞുപോയി. 11 കിലോമീറ്റർ ഉണ്ട് നമ്മൾ പോണ സ്ഥലത്തേക്ക്. അപ്പൊ 200 രൂപ അടുത്താണ് ഓട്ടോ കാശ് ആയത്. ഓട്ടോ ആകുമ്പോൾ കുറച്ചുകൂടി കുത്തിക്കയറ്റിട്ട് പോകാനാണ്. അപ്പൊ കാറാകുമ്പോൾ ഭയങ്കര പാടാണ്. അതുകൊണ്ടാണ് നമ്മൾ വണ്ടി എടുക്കാത്തത്. ഇപ്പൊ നമ്മള് യൂബർ വിളിച്ചാലും അതാണെങ്കിൽ ഇങ്ങനെ നിർത്തി പോകും. ഓട്ടോ ആകുമ്പോൾ ഇവരെ എടുക്കണമെങ്കിലൊക്കെ ഇങ്ങനെ കുത്തിക്കയറ്റി ബാംഗ്ലൂർ മെട്രോ പോകുന്നു. അങ്ങനെ നമ്മൾ നമ്മുടെ ചിക്പേട്ട് എന്ന് പറഞ്ഞ ബാംഗ്ലൂരിലെ ഒരു ഫേമസ് സ്ട്രീറ്റ് ഷോപ്പിംഗ് സ്ട്രീറ്റിൽ എത്തിയിരിക്കുകയാണ്. ചിക്പേട്ട് കാണാം നമുക്ക്. ചിക്പേട്ട് നമ്മൾ വന്നിറങ്ങിയത് ഒരു സ്ട്രീറ്റിലാണ്. ഇവിടെ ആകെ മൊത്തം അലമ്പ, ചെളിയൊക്കെ. ഇന്നലെ രാത്രി മഴയായിരുന്നു, അതുകൊണ്ട് ഫുൾ ഇങ്ങനെ ചെളിയൊക്കെ പിടിച്ച് നമ്മളിങ്ങനെ ഇപ്പം അടുത്തൊരു ഷോപ്പ് തപ്പി പോയിക്കൊണ്ടിരിക്കുക. ഇപ്പൊ ചിക്പേട്ടിലെ ചാമ്പക് ടവർ എന്ന് പറഞ്ഞ RT സ്ട്രീറ്റ് ആണ് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള സാരി ഷോപ്പിങ്ങിന്റെ സ്ട്രീറ്റ്.
ഇവിടുന്ന് മുതൽ നമ്മൾ അങ്ങോട്ട് ആരംഭിക്കുകയാണ് കേട്ടോ. ഇവിടെ കുറേ ഷോപ്സ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. മൊത്തത്തിൽ ചിക്പേട്ട് ഇങ്ങനെ ഒരു അലങ്കോലപ്പെട്ട് കിടക്കുന്ന ഒരു ടൗണാണ്. നമുക്ക് വൃത്തിയൊക്കെ ഇച്ചിരി കുറവായിരിക്കും. പക്ഷെ നമ്മൾ ഇച്ചിരി കഷ്ടപ്പെട്ടാണെങ്കിൽ അതിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് കയറി നടന്ന് തപ്പിയെടുത്താൽ നമുക്ക് നല്ല വെറൈറ്റി ഐറ്റംസ് ചുളു വിലയിൽ ഒപ്പിക്കാനായിട്ട് പറ്റും. നല്ല പേസ്റ്റൽ ഷെയ്ഡ്സിലുള്ള സാരീസ് ഒക്കെയാണ് കേട്ടോ. അത്യാവശ്യം വില പറയുന്നുണ്ട്, ഇവര് ഒരു 1500 ഒക്കെ പറയുന്നുണ്ട്. എന്നാൽ അത്രേ ഉള്ളൂ. പിന്നെ നമുക്ക് ബാർഗെയിൻ ചെയ്യാം കേട്ടോ. ഇതൊക്കെ കണ്ടാൽ നമുക്ക് തോന്നും സ്ട്രീറ്റ് ആകെ വൃത്തിയില്ല എന്നൊക്കെ, പക്ഷെ കളക്ഷൻസ് ഒരു രക്ഷയില്ല കേട്ടോ. ബാർഗെയിൻ ചെയ്യാൻ അവർ റെഡിയാണ്. അതാണ് ഏറ്റവും വലിയ കാര്യം. ഭയങ്കര ചീപ്പായിട്ട് നമുക്ക് മേടിക്കാനായിട്ട് പറ്റും. ചിക്പേട്ടിലാണ് ഇത് എല്ലാം നടക്കുന്നത് കേട്ടോ. അടുത്ത സ്ഥലത്ത് നമുക്ക് എങ്ങനെയാണെന്ന് അറിയില്ല. നല്ല ഭംഗിയുള്ള ജ്വല്ലറീസിന്റെ കുഞ്ഞു കുഞ്ഞു ഷോപ്സ് ഒരുപാടുണ്ട്. അതുപോലെ റെഡിമെയ്ഡ് ബ്ലൗസസ്, അതിനൊക്കെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഷോപ്സ് ഇവിടെ ഉണ്ട്. റെഡിമെയ്ഡ് ബ്ലൗസസിന്റെ ഷോപ്പ്, സാരീസ്. മാക്സിമം നമുക്ക് ബാർഗെയിൻ ചെയ്ത് ഒപ്പിക്കാം. അപ്പോൾ അവർ അത്യാവശ്യം നന്നായിട്ട് കുറച്ച്. ഇപ്പം 100 പറഞ്ഞാൽ നമ്മളൊരു 50-നൊക്കെ തുടങ്ങിയാൽ നമുക്കൊരു 70-75 റേഞ്ചിന് പിടിക്കാൻ പറ്റും. അവർ ബാർഗെയിനിങ് ഇല്ല എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ പിടിച്ചു. നമ്മൾ ചിക്പേട്ടിലെ ഷോപ്പിംഗ് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് മെട്രോയിൽ കയറി MG റോഡിൽ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ഓട്ടോ വിളിച്ചാണ് കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓട്ടോ ചാർജ് ചേട്ടൻ നമ്മൾ ഈ മറ്റേ ആപ്പിൽ നോക്കിയപ്പോൾ 50 രൂപയെ കണ്ടോളൂ. പക്ഷേ ഈ ചേട്ടൻ 70 രൂപ എന്നാ പറഞ്ഞത്. എനിക്ക് എന്തെങ്കിലും ആവട്ടെ, സാരില്ലാന്ന് ഓർത്ത് നമ്മൾ 70 രൂപയ്ക്ക് കയറിയിട്ടാണ്. നല്ല തിരക്കാ റോട്ടില്, കണ്ടോ. കൊമേഴ്ഷ്യൽ സ്ട്രീറ്റ് അത്യാവശ്യം നല്ല തിരക്കായിരുന്നുകൊണ്ട് വിചാരിച്ച പോലെ വീഡിയോ എടുക്കാനായിട്ട് സാധിച്ചില്ല. Where are we going? Tell me. We are going to a mall. What's there? We're going shopping. And where's Chacha? Chacha. ഇവിടെ റെഡിയായി മാമ? മാലയൊക്കെ ഇടട്ടെ. ഞങ്ങൾ രാവിലെ ഷോപ്പിങ്ങിനൊക്കെ പോയി തിരിച്ചു വന്നപ്പോഴേക്കും ഫ്ലാറ്റ് ആയിരുന്നു. അതുകൊണ്ടാണ് പിന്നെയുള്ള വീഡിയോ ഒന്നും എടുക്കാണ്ടിരുന്നത്. അപ്പോൾ അന്ന് നമ്മൾ വീട്ടിൽ കയറി ഫുഡ് കഴിച്ചിട്ടാണ് നമ്മൾ വന്നത്. അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും റെഡിയായി മാളിൽ പോകാൻ പിള്ളേരെയും കൊണ്ട്. ഇവിടുത്തെ ഒരു ബെസ്റ്റ്, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സംഭവം ഒന്ന്, നമുക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ അപ്പുറത്തെ വീടുകൾ നടക്കുന്നതെല്ലാം വ്യക്തമായി കാണാൻ സാധിക്കും. ആൻഡ് ഇവിടുത്തെ ഒരു സൺസെറ്റ് ഭയങ്കര രസം. രാത്രി ഭയങ്കര മഴയായിരുന്നു. ഇന്നിനിപ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല. അവർ വണ്ടി എടുത്തോണ്ട് വന്നു. ഇപ്പം നമ്മൾ ഓട്ടോയ്ക്കല്ല, നമ്മളിനി നമ്മുടെ സ്വന്തം വണ്ടിക്കാണ് പോകുന്നത്. ഹായ് ഗായ്സ്, ഹായ് ഗായ്സ്. കാശ് മുടക്കി എന്നുള്ള വിഷമത്തിലിരിക്കുന്ന മമ്മി. നമ്മൾ ഓട്ടോയിൽ വന്ന് ഇറങ്ങി. കണ്ണൻ്റെ കൈ പുറത്ത് കാണിച്ച് ഓട്ടോയുടെ സൈഡിൽ കൊണ്ട് കൈ മുറിഞ്ഞ്. ബാംഗ്ലൂരിലെ ഏറ്റവും വലിയ മോളാണ് ഫീനിക്സ് സിറ്റി മോള്. ഇത് UB സിറ്റി മോളാണ്. ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള പ്രീമിയം ആയിട്ടുള്ള ബ്രാൻഡുകളൊക്കെ അവൈലബിൾ, അൾട്രാ ലക്ഷറി ആയിട്ടുള്ള ബ്രാൻഡുകൾ അവൈലബിൾ ആയിട്ടുള്ള മോളാണ് UB സിറ്റി മോൾ. ഇവിടെ വന്നാൽ നമുക്ക് ഇഷ്ടംപോലെ കാശുണ്ടെങ്കിൽ ഇഷ്ടംപോലെ ഐറ്റംസ് ഒക്കെ വാങ്ങാം. ഞാൻ യൂഷ്വലി അങ്ങനെ നെയിലൊന്നും ചെയ്യാറില്ല. പക്ഷെ നമ്മൾ ഒത്തിരി വീഡിയോസൊക്കെ എടുക്കാൻ നമ്മുടെ കൈ മെനകേടായിട്ടിരിക്കുമ്പോൾ നമ്മൾ നെയിൽ ചേഞ്ച് ചെയ്യാൻ പോകുന്നു. അപ്പോൾ അതുകൊണ്ട് ബാംഗ്ലൂർ നമ്മൾ UB സിറ്റി മോളിൻ്റെ പുറത്തിറങ്ങിയപ്പോൾ അവിടെ ഒരു നെയിൽ സലൂൺ കണ്ടുവന്ന് അവിടെ ഒന്ന് കയറി നെയിൽ ചേഞ്ച് ചെയ്യാതെ കരുതി നമ്മൾ നെയിൽ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വലിയ റേറ്റ് ഒന്നും അവർ പറഞ്ഞില്ല കേട്ടോ. അത്യാവശ്യം റീസണബിൾ ആയിട്ടുള്ള റേറ്റാണ് പറഞ്ഞത്. ഞാൻ വിചാരിച്ചു ഇവിടേക്ക് ആകുമ്പോൾ ഭയങ്കര റേറ്റ് ആയിരിക്കും. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ UB സിറ്റി മോളിൽ വന്നു. അവിടുത്തെ ഒരു യൂറോപ്യൻ ലുക്കൊക്കെ ഉള്ള ഒരു പാരീസ് സ്ട്രീറ്റിൻ്റെ ഒക്കെ പോലത്തെ ഒരു മോഡലിലാണ് ഈ UB സിറ്റി മോളിൻ്റെ മുകളിലുള്ള ഫുഡ് കോർട്ട് ചെയ്തിരിക്കുന്നത്. ആൻഡ് നമ്മൾ ഈവനിങ് എല്ലാ തവണത്തെ പോലെ ഇത്തവണ നമ്മൾ ITC ഗാർഡനിയിലാണ് ഫുഡ് കഴിക്കാനായിട്ട് പോയത്. അപ്പോൾ എല്ലാവർക്കും വ്ലോഗ് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ടാറ്റാ, ബൈ ബൈ.